ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോളജി എന്ന് പറയുമ്പോൾ അവിടെ ഡയഗ്രാംസ് ഇല്ലാത്തൊരു കളിയില്ല അല്ലേ. അപ്പോൾ നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡയഗ്രാംസ് ആണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഡയഗ്രാംസിൻ്റെ അകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ചില പിക്ചേഴ്സ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദിസ് പിക്ചർ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദിസ് ഓർഗാനിസം അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം അങ്ങനെ വരാൻ സാധ്യതയുള്ളതും അതേപോലെ വരയ്ക്കാൻ വരാൻ സാധ്യതയുള്ളതും എല്ലാ സാധനങ്ങളും മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ലിവിങ് വേൾഡിൽ നിന്ന് അങ്ങനെ ഭീകരമായിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല. ആൻഡ് വരാൻ സാധ്യതയുള്ളതൊന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാരാണ്, നമ്മുടെ ഡൈനോ ഫ്ലാജലേറ്റ് ആണ് അല്ലേ. അങ്ങനെ 2 ഫ്ലാജലുള്ള ഡൈനോ ഫ്ലാജലേറ്റ് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. ദെൻ ഇതാണ് നമ്മുടെ യൂഗ്ലിനോയിഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ സ്ലൈം മോൾഡ്. ദെൻ ലാസ്റ്റ് വൺ നമ്മുടെ പാരമീസിയം. ഓക്കെ, അപ്പോൾ ഇവരെങ്ങാനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇവരെല്ലാവരും ഏത് ഗ്രൂപ്പിലാണ്, നമ്മുടെ ക്രൈസോഫൈറ്റ്സ് എന്നാണ് പറഞ്ഞത്. പ്രൊട്ടസ്റ്റയിലെ 5 ഗ്രൂപ്പാണ്. ഓക്കെ, ക്രൈസോഫൈറ്റ്സിലെ മെമ്പറിന് ആക്ച്വലി ഇവിടെ തന്നിട്ടില്ല. അതാരാണ്, നമ്മുടെ ഡയറ്റംസ് ആണ് അതുവരെ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും എക്സാമ്പിളും ഓരോ ഗ്രൂപ്പിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രൊട്ടസ്റ്റയിൽ നമ്മുടെ ക്രൈസോഫൈറ്റ്സിൽ വരുന്നവരാണ് ഡയറ്റംസും ഡെസ്മിഡ്സും. ഓക്കെ, ക്രൈസോഫൈറ്റ്സിൽ വരുന്ന ഗ്രൂപ്പാണ് ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. അതിൽ ഡയറ്റമേഷ്യസ് എർത്തിൻ്റെ കാര്യം മറന്നു പോവാതിരിക്കുക. ദെൻ ഇവരുടെ മെമ്പറിൻ്റെ പേരാണ് നമ്മുടെ ഗോണിയോലാക്സ്. ദെൻ ഇവിടെ നമ്മുടെ യൂഗ്ലീന, ഇവിടെയാണ് ഫൈസാരം. ദെൻ നമ്മുടെ പ്രോട്ടോസോവൻസിൻ്റെ കേസിൽ നമുക്ക് സീലിയേറ്റഡ് പ്രോട്ടോസോവനിലാണ് പാരമീസിയം, ഫ്ലാജുലേറ്റഡ് ആണെങ്കിൽ ട്രൈപ്പനോസോമ, അമീബോയിഡ് ആണെങ്കിൽ അമീബ, ദെൻ സ്പോറോസോവൻസിലാണെങ്കിൽ പ്ലാസ്മോഡിയം. അവരൊന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ദെൻ നമ്മുടെ ആനിമൽ കിങ്ഡത്തിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് വരുന്നൊരു സംഭവമാണ് ഇതാരാണ്, നമ്മുടെ സീലമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സീലം കാണാം വിച്ച് ഇസ് ലൈൻഡ് ബൈ മീസോഡേം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ട്രൂ സീലം. ഇങ്ങനെ പൗച്ചായിട്ടാണ് കാണുന്നതെങ്കിൽ ദിസ് ഇസ് ഫാൾസ് സീലം, സ്യൂഡോസീലം. ആൻഡ് ഇവിടെ സീലമേ ഇല്ല, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എ സീലം. സീലമേ ഇല്ല, ബോഡി ക്യാവിറ്റി ഇല്ലാത്തത് എ സീലം. ദെൻ അടുത്ത നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ തന്നെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഒന്ന് നിഡോബ്ലാസ്റ്റ് ചോദിക്കാറുണ്ട്. ഇത് ഫൈലമാണ്, സീലൻഡ്രേറ്റയാണ്. എന്താണ് അവരുടെ ഫംഗ്ഷൻ, ആങ്കറേജ്, ഡിഫെൻസ്, പ്രീ ക്യാപ്ചർ. ദെൻ ഫൈലം കോഡേറ്റ, നമ്മളൊക്കെ വരുന്ന ഫൈലമാണ്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഫീച്ചേഴ്സും സെറ്റാണ്. അപ്പോൾ അതെ, ഉള്ളിലാണ് മക്കളെ നോട്ടോകോഡ്. ഇത് നോക്കണം, ഇതാണ് നോട്ടോകോഡ്. പുറമെയാണ് നോട്ടോകോഡ് എന്ന് കരുതി ചെയ്തു പോകരുത്. ഉള്ളിലാണ് നോട്ടോകോഡ്. പുറമേ നമുക്ക് ഡോർസൽ ഹോളോ നെർവ് കോഡ്, പെയോഡോഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, ദെൻ പോസ്റ്റ് ഏനൽ ടെയിൽ പാർട്ട്, വെൻട്രൽ സർക്കുലേറ്ററി സിസ്റ്റം. ഈ ഡയഗ്രാം നിങ്ങൾ പഠിച്ചാൽ അവരുടെ ഫീച്ചേഴ്സും പഠിച്ചു കഴിഞ്ഞ പോലെയാണ്. ദെൻ നമ്മുടെ സ്ഥിരമായി ചോദിക്കുന്ന 2 ആൾക്കാർ നമ്മുടെ കോൺട്രിക്ടീസ്, നമ്മുടെ കാർട്ടിലേജിനസ് ഫിഷസ്, ഇവരുടെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ദെൻ ഓസ്റ്റിക്ടീസ്, ബോണി ഫിഷസ്, ഓസ്റ്റിക്ടീസ് ഇവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ സ്കോളിഡൻ ഡോഗ് ഫിഷ്, ഇത് പ്രിസ്റ്റിസ് ആണ്, സോഫിഷ്. ആൻഡ് ഇത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ സീ ഹോസ്. ആൻഡ് ഇതാണെങ്കിൽ കാട്ട്ല. ഇവരുടെ കമ്പാരിസൺ ഒരു ഷോർ ക്വസ്റ്റൻ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ആളാണ് ഈ പെട്രോമൈസൺ. ഇത് ആരുടെയാണ്, സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. ഇവരുടെ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ, ഓഷ്യനിൽ ജീവിച്ച് റീപ്രൊഡക്ഷന് വേണ്ടി ഫ്രഷ് വാട്ടറിൽ പോയി അവിടുന്ന് ചത്ത് പിന്നെ അവരുടെ കുഞ്ഞുങ്ങളാണ് മെറ്റമോർഫോസിസിനേഷൻ തിരിച്ചു വരുന്നത്. പെട്രോമൈസൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പെട്രോമൈസണും ഹാക്ക് ഫിഷും ഇവരുടെ എക്സാമ്പിൾസ് ആണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മോർഫോളജി ഇൻ പ്ലാന്റ്സിൽ നമുക്കിവിടെ എന്നുള്ളതാണ് ഈ റൂട്ടിൻ്റെ റീജിയൻ. ഓക്കെ, റൂട്ടിൻ്റെ റീജിയനിൽ നമുക്ക് നമ്മുടെ പെർമനൻറ്റ് റീജിയൻ, മെച്ചുറേഷൻ്റെ റീജിയൻ, എലോങ്ങേഷൻ, അതേപോലെ തന്നെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, ദെൻ റൂട്ട് ക്യാപ്പ്. ഇത് സാധാരണ അടയാളപ്പെടുത്താൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദെൻ ടൈപ്സ് ഓഫ് ഏസ്റ്റിവേഷൻ്റെ ഈ ഒരു നമ്മുടെ വാൽവേറ്റ് ഏസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ്, പിന്നെ നമ്മുടെ ഇംബ്രിക്കേറ്റ്, ദെൻ നമ്മുടെ വെക്സിലറി ഏസ്റ്റിവേഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും എന്നാൽ ഏസ്റ്റിവേഷനെ പറ്റി എഴുതാനും അതേപോലെ തന്നെ എക്സാമ്പിളും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെയാണ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ അല്ലേ, നമ്മുടെ മാർജിനൽ, പിന്നെ അങ്ങനെ ഓരോ ടൈപ്പ് പ്ലാസൻറ്റേഷൻ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അനാട്ടമി.
അനാട്ടമിയിലേക്ക് വരുമ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മക്കളെ, വാസ്കുലാർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസും ഉണ്ട്, കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിലും ഉണ്ട്. അപ്പം നമ്മൾ റേഡിയലിന് എങ്ങനെ ആലോചിക്കുക? റേഡിയൽ ഫോർ റൂട്ട്, റേഡിയൽ ഫോർ റൂട്ട്. മറ്റേത് സ്റ്റെമ്മാണ്. ഇതാണെങ്കിൽ ക്ലോസ്ഡ് ആണ്, കാരണം ഇതിൻ്റെ ഇടയിൽ കേമ്പിയം ഇല്ല. ഇതാണെങ്കിൽ കേമ്പിയം ഉള്ളത് കൊണ്ട് ഇതെന്താണ്? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ദെൻ ഇതാണെങ്കിൽ ഇതാണ് പൊതുവേ വരാറ്, ഡൈക്കോട്ടിൻ്റെയും മോണോക്കോട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെ ഈ സെക്ഷൻ വരാറുണ്ട്. ഇവിടെ റിംഗ് അറേഞ്ച്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഡൈക്കോട്ട് സ്റ്റെമ്മാണ്, ചെതറി കിടക്കുകയാണെങ്കിൽ മോണോക്കോട്ട് സ്റ്റെമ്മാണ്. പിന്നെ നമ്മുടെ ഡൈക്കോട്ട് ലീഫ്, ഈ ഡൈക്കോട്ട് ലീഫിൻ്റെ കേസിൽ നമുക്ക് ഇത് അടയാളപ്പെടുത്താനാണ് വരിക. അടയാളപ്പെടുത്താൻ വരുമ്പോൾ നമുക്ക് എന്താണ്? അപ്പർ എപ്പിഡേമസും ലോവർ എപ്പിഡേമസും. അപ്പോൾ എഡാക്സിയലും എബാക്സിയലും നമ്മൾ എങ്ങനെ ആലോചിക്കുക? എബാക്സിയൽ ബേസ്, ബേസ് എന്ന് ആലോചിക്കുക. എബാക്സിയൽ ബേസ് ആണ്, എഡാക്സിയൽ മുകളിലാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് 2 ടൈപ്പ് നമ്മുടെ മീസോഫിലുണ്ട്, പാലിസൈഡും ഉണ്ട്, സ്പോഞ്ചി മീസോഫിലും ഉണ്ട്. ഈ 2 ആൾക്കാരെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ നമ്മുടെ സെൽദ യൂണിറ്റിൽ മിസ് എടുത്ത് പറയുന്നില്ല, കാരണം അവിടെ മൈറ്റോകോൺട്രിയനെയും അതുപോലെ തന്നെ ക്രോമസോമിൻ്റെ സെൻട്രോമിയൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് വരിക. അത് നമ്മൾ ക്വസ്റ്റ്യൻസിൽ ചെയ്യും. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ആളാണ് നമ്മുടെ ഈ G1 S G2. ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവരുടെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറയും. ചില സെൽസ് G1 എക്സിറ്റ് ചെയ്തിട്ട് G0യിലേക്ക് പോകും. ആൻഡ് ഇവിടെ മക്കളെ മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ് സ്ഥിരമായി ചോദിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മെറ്റാഫേസും ആനാഫേസും ആണ്. റെഡി? ഇനി അടുത്തത് ഇങ്ങനെ അസംബ്ലിക്ക് നിൽക്കുന്ന ലൈനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെറ്റാഫേസ് ആണെന്ന് ഉറപ്പിക്കും. സെപ്പറേറ്റ് ചെയ്തെങ്കിൽ നമ്മളത് ആനാഫേസ് ആണെന്ന് ഉറപ്പിക്കും. ഇവിടെ 2 ഡോട്ടർ ന്യൂക്ലിയായി റെഡി ആണെങ്കിൽ അല്ലേ, ഡോട്ടർ ന്യൂക്ലിയായി റെഡി, അങ്ങനെയാണെങ്കിൽ അത് ടീലോഫേസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ആരാണ്? നമ്മുടെ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ നിങ്ങൾക്ക് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഡയഗ്രാം, അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ കുഞ്ഞു ക്ലാസ്സിലേ മുതൽ വരച്ച് പഠിക്കുന്നതായിരിക്കും. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, സ്ട്രോമ, ലാമെല്ലെ, ഗ്രാന, സ്ട്രോമ, ഈ സാധനങ്ങൾ നിങ്ങൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ്. പക്ഷേ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ് റൈബോസോം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ പോലെ കാണുന്നതാണ് റൈബോസോം. പിന്നെ ഇവിടെ നമ്മുടെ ജാഗിരി അല്ലേ, ജിലേബിയൊക്കെ പോലെ കാണുന്ന സ്റ്റാർച്ച് ഗ്രാന്യൂൾ, അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ, നമ്മുടെ റൈബോസോമിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ കാണുന്നതാണ് നമ്മുടെ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്. ഓക്കെ, ദെൻ ഈ ഒരു ഡയഗ്രാം മക്കളെ C3 സൈക്കിളാണ്. ഈ ഒരു സൈക്കിൾ ചോദിക്കാറുണ്ട് എക്സാമിന്. ഈ സൈക്കിൾ അങ്ങനെ തന്നെ തന്നിട്ട് ഓരോ ഭാഗം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോക്സൈലേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് റിഡക്ഷൻ, തേർഡ് സ്റ്റെപ്പ് റീജനറേഷൻ. ഇത് ഗ്യാപ്പ് തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കും. ഇതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തതായിട്ട് ഹൂ ഇസ് ദ പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആരാണ്? RUBP ആണ്. ഏത് എൻസൈം ആണ് ഈ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത്? റുബിസ്കോ ആണ് ഈ എൻസൈം ഈ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത്. വിച്ച് ഇസ് ദ സ്റ്റേബിൾ പ്രോഡക്റ്റ്? ഫോസ്ഫോഗ്ലിസറേറ്റ് 3-PGA, അതാണ് സ്റ്റേബിൾ പ്രോഡക്റ്റ്. ഇതേ സാധനം C4ൽ ചോദിക്കാം. ആരാണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ? വിച്ച് ഇസ് ദ സ്റ്റേബിൾ പ്രോഡക്റ്റ്? ആ എൻസൈം ഏത്? ഓക്കെ, ഇനി നമ്മൾ അടുത്ത നമ്മുടെ ബ്രീത്തിങ്ങിലേക്കും ബോഡി ഫ്ലൂയിഡ്സിലേക്കും വരുമ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് പക്ഷെ പറയണ്ടല്ലോ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേപോലെ വരുന്നൊരു സാധനമാണ് നമ്മുടെ ECG. ഈ ECG എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അക്യുറേറ്റ് ഇലക്ട്രോ കാർഡിയോഗ്രാമാണ്, ഗ്രാഫസ് മെഷീനാണ്. ദെൻ ഈ P വേവ് എന്താണ്? ഓറിക്കുലാർ ഡീപോളറൈസേഷൻ അല്ലെ ഏട്രിയൽ ഡീപോളറൈസേഷൻ, QRS വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, ടീം വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ദെൻ നമ്മളുടെ ലാസ്റ്റ് വൺ നമ്മുടെ എക്സ്ക്രീഷനിൽ ഈ നെഫ്രോണിൻ്റെ ഡയഗ്രാം തരാം. അല്ലെങ്കിൽ ഇതെന്താണ്? ഇത് മാൽപീജിയൻ ബോഡിയാണ്, മാൽപീജിയൻ ബോഡി, അല്ലെങ്കിൽ നമ്മൾ പറയും റീനൽ കോപ്പർസെൽ. മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ എന്താ പറയുക? റീനൽ കോപ്പർസെൽ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ, റീനൽ കോപ്പർസെൽ. ഓക്കെ, അപ്പോൾ ഇതിൽ എഫറൻ്റ് വെസൽ തരാം, ഇഫറൻ്റ് ആർട്ടീരിയോള തരാം, ബൊമാൻസ് ക്യാപ്സ്യൂൾ, ദെൻ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ് ബേസിലുള്ളത്. ഇനി ഇതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, എഫറൻ്റ്, ഗ്ലോമറുലസ്, ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഡിസെൻഡിങ്, എസെൻഡിങ്, വോസ റെക്ട, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. റെഡി? അപ്പോൾ ഇത്രയാണ് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇനി നമ്മൾ ബാക്കി ലൈവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് ചെയ്യാം. ഓക്കെ,
ഹലോ മക്കളെ, അപ്പോൾ ഇത് നമ്മുടെ ബയോമോളിക്യൂൾസ്, അനാറ്റമി, അതേപോലെ മോർഫോളജി, ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും അധികം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കേണ്ട ഡയഗ്രാംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് മിസ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ബയോമോളിക്യൂൾസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ആൾക്കാരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഗ്ലൈസിൻ, അലാനിൻ, സെറിൻ, ഈ 3 പേരെ നമുക്ക് എന്ത് ചോദിക്കും, ഈ 3 പേരെയും നമുക്ക് ഈ പിക്ചർ ഒന്നില്ലെങ്കിൽ വരയ്ക്കാനായിട്ട് ചോദിക്കും, ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പിക്ചർ തന്നിട്ട് ഈ പറയുന്ന അവരുടെ സ്ട്രക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ ബേസിക് അമിനോ ആസിഡിൻ്റെ കൂടുതലും പേരുകളാണ് ചോദിക്കാറുള്ളത്. ബേസിക്കിൻ്റെ ആയാലും അസിഡിക്കിൻ്റെ ആയാലും അഥവാ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിലും വെച്ചിട്ടാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ന്യൂട്രലിൻ്റെ ആയാലും അങ്ങനെ തന്നെയാണ്, പേരുകളാണ് കൂടുതലും ചോദിക്കുക. പക്ഷേ ആരോമാറ്റിക്കിന് അങ്ങനെയല്ല, ആരോമാറ്റിൻ്റെ ഈ സ്ട്രക്ചർ തന്നിട്ട് ഇതാരാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് പിക്ചറായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ഈ ആളാണ്, അതായത് നമ്മുടെ പാൽമെറ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ചോദിക്കും. ഇത് പിക്ചർ ഈ സ്ട്രക്ചർ തന്നിട്ട് നമ്മളോട് ഇത് ആരാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതേപോലെ തന്നെ ഗ്ലിസറോളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ അതേപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ സ്ട്രക്ചർ, ഈ ഗ്ലിസറോളും ഫാറ്റി ആസിഡും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ് എന്ത്, ട്രൈഗ്ലിസറൈഡ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ തന്നിട്ട് എക്സാമിന് ചോദിക്കും ഇത് ഏതാണെന്നുള്ളത്. അപ്പോൾ അപ്പോഴും എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ലെസത്തിൻ, ഫോസ്ഫോലിപ്പിഡ് ആയിട്ടുള്ള നമ്മുടെ ലെസത്തിൻ്റെ സ്ട്രക്ചർ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നത്, വരയ്ക്കാനെന്ന് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് മക്കളെ, ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് അതേതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതെന്തായാലും എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പ്രോട്ടീൻ സ്ട്രക്ചർ മറക്കണ്ട, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, ക്വാട്ടേണറി. ഓക്കെ, ഈ 4 സ്ട്രക്ചേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ടെക്സ്റ്റിലായിട്ട് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ചില ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് അഡിനിൻ, അഡിനോസിൻ, അതായത് സ്ട്രക്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ സ്ട്രക്ചേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോ. അതിലെപ്പോഴും ചോദിക്കാറുള്ള ആൾക്കാരാണ് ആരൊക്കെ, ഒന്ന് ഈ പറയുന്ന നമ്മുടെ യുറാസിലിനെ ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ അഡിനിനെ ചോദിക്കാറുണ്ട്, അഡിനോസിനെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ, ബാക്കിയുള്ളവർ ചോദിക്കില്ല എന്നല്ല, ഇവന്മാരൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇവന്മാരൊക്കെ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഇമേജസും നോക്കി വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവന്മാരാണ് കൂടുതൽ ചോദിക്കുന്നത്. നമ്മുടെ നൈട്രജൻ ബേസിൽ അഡിനിനും യുറാസിലാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എൻസൈമിൻ്റെ ഈ കാറ്റലിറ്റിക് സൈക്കിൾ, അതെങ്ങനെയാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത് എന്നുള്ളത് നമ്മളോട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്രാഫും എക്സാമിന് ചോദിക്കും. അപ്പോൾ ഓരോ ഗ്രാഫിൽ ഓരോ ഭാഗത്തും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. ഇത് വിത്തൗട്ട് എൻസൈമുള്ള ആക്ടിവേഷൻ എനർജിയാണ്, ഇത് എൻസൈം വന്നാലുള്ള ആക്ടിവേഷൻ എനർജിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഈ ഗ്രാഫ് ഷുവറാണ്. പിന്നെ അതേപോലെ തന്നെ മോർഫോളജിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ റൂട്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയൻസ് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ലീഫിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ വീനേഷൻ, ഇത് 2 പഠിച്ചു വെച്ചു. ഇതൊക്കെ ഓരോന്ന് എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോ കേട്ടോ. ഇത് നമ്മുടെ റെറ്റിക്കുലേറ്റ് വീനേഷൻ, ഇത് നമ്മുടെ പാരലൽ വീനേഷൻ. പിക്ചേഴ്സ് തന്നിട്ടാണ്, ഇതുണ്ട് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് ഇതേപോലെ, പിക്ചേഴ്സ് തന്നിട്ട് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ലീഫും, ഇതെന്താണ് പാമെറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, ഇത് പിന്നെറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, ഇതിൻ്റെയും പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫിലോടാക്സി പഠിച്ചു വെച്ചോ. നമ്മുടെ ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ് ഫിലോടാക്സി, അതും പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് നോക്കി വയ്ക്കുക. ഓക്കെ, ഓരോന്നും ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ള മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ആളാണ് നമ്മുടെ ഓവറിൻ്റെ പൊസിഷൻ അനുസരിച്ചുള്ള ഈ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പെരിഗൈനസ് നോക്കി വയ്ക്കുക. പെരിഗൈനസ് ആണെന്നുണ്ടെങ്കിൽ ഈ റിമ്മിലായിക്കോട്ടെ, 2 പിക്ചേഴ്സിൻ്റെ പെരിഗൈനസിന് മറക്കണ്ട. ഓക്കെ, ഈ റിമ്മിൽ ഈ ബാക്കിയുള്ള ഫ്ലോറൽ വേൾഡ്സ് കാണുകയാണെങ്കിൽ അതാണ് എന്ത് പെരിഗൈനസ് കണ്ടീഷൻ. പിന്നെ ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ് നോട്ട് ചെയ്ത് വെച്ച് പോവുക. എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ മാംഗോൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചോദിക്കും. സീഡിൻ്റെ കൂടുതലും ഡൈക്കോട്ടിനേക്കാളും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ മോണോക്കോട്ട് സീഡാണ്. മോണോക്കോട്ട് സീഡാണ് എപ്പോഴും എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാനായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ വരയ്ക്കാനായിട്ട് ചോദിക്കാറില്ല. പക്ഷെ എന്നിരുന്നാലും അഥവാ ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് മിസ് ഇതും കൂടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അനാട്ടമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളത് ഡയഗ്രാംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇന്ന ഡയഗ്രാം എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അതിലെല്ലാം നമുക്ക് ഡയഗ്രാംസ് ആണ് പഠിക്കാറുള്ളത്. അതിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വാസ്കുലർ ബണ്ടിൽസ് നോക്കി വയ്ക്കുക. എക്സാർക്ക് ആൻഡ് അതായത് വാസ്കുലർ ബണ്ടിൽസും. ഓക്കെ, അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്കുലർ ബണ്ടിൽസിനുള്ള അറേഞ്ച്മെൻറ്റ്, അതായത് റേഡിയലും അതേപോലെ തന്നെ കൺജോയിൻറ്റ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടല്ലോ, അതൊക്കെ പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റണം. പിന്നെ അതേപോലെ തന്നെ
എൻഡാർക്ക് ആൻഡ് എക്സാർക്ക് ആയിട്ടുള്ള കണ്ടീഷൻസ് അതൊന്ന് നോക്കി വെച്ചോ. അതിൻ്റെയും പിക്ചേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അതിൽ ഫുള്ള് പിക്ചേഴ്സാണ്, എന്നാലും അതിൽ എടുത്ത് വെച്ച് പറയുന്നത് മാത്രം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാറ്റേർഡ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഡയഗ്രാംസ് എങ്കിലും നോക്കി പോകുക. കാരണം ഇതൊക്കെയാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അനാട്ടമിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ നോക്കേണ്ട ആ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഫുള്ള് ഡയഗ്രാമാണ്, എന്നാലും ഇത്രയെങ്കിലും എന്ത് ചെയ്യാൻ നോക്കി പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാംസ് ഒക്കെ എൻ്റെ കുട്ടികൾക്ക് എക്സാമിന് ചോദിക്കട്ടെ, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ. ഇനി മാരത്തോണിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവിടെ ഈ പറയുന്ന പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ മക്കളെ, സോ നമ്മുടെ +1 ബയോളജിയിലെ 2 ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റും അതുകൂടാതെ തന്നെ നമ്മൾ ഓണം എക്സാമിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് നോക്കാം. സോ നിങ്ങൾക്ക് എക്സാമിന് അപ് ടു മസിൽ കോൺട്രാക്ഷൻ വരെ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ഈ ഒരു എക്സാമിന് നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇത് ലേബിൾ ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലേബിൾ ചെയ്യണം. അപ്പോൾ ഇതെന്തായിരുന്നു, നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ്റെ ഡയഗ്രാമാണ്, സാർക്കോമിയർ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് സെറ്റ് ലൈൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. എ ബാൻഡ് ഏതാണ്, ഐ ബാൻഡ് ഏതാണ്, എച്ച് സോൺ ഏതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ലേബിൾ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രം എന്ത് ചെയ്യണം മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തതായിട്ട് നമ്മുടെ തിൻ മയോഫിലമെൻറ്റും തിക് മയോഫിലമെൻറ്റും അല്ലേ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് നമ്മുടെ ആക്റ്റിൻ ഫിലമെൻ്റ് ആണ്, രണ്ടാമത് തന്നിട്ടുള്ളത് മയോസിൻ ഫിലമെൻ്റ് ആണ്. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻറ്റ് നോക്കുമ്പോൾ അവിടെ എഫ് ആക്റ്റിൻ ഉണ്ട്, ട്രോപ്പോ മയോസിൻ ഉണ്ട്, ട്രോപ്പോണിൻ ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും ചേർന്നാണ്, ഇവർ 3 പേരുമാണ് നമ്മുടെ ആക്റ്റിൻ ഫിലമെൻറ്റ് അല്ലെങ്കിൽ തിൻ മയോ ഫിലമെൻസിൻ്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മയോസിൻ ഫിലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെറോ മയോസിൻസ് ആണ് കാണാൻ പറ്റും. അപ്പോൾ മെറോ മയോസിൻ നോക്കുമ്പോൾ 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കും. ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റും ഹെഡ് റീജിയനിൽ പ്രസന്റ് ആണ്. ദെൻ ഇവർക്ക് ടെയിൽ റീജിയൻ ഉണ്ട്, പിന്നെ ഹെഡ് ക്രോസാം, അതായത് ഹെഡിനെയും ഷോർട്ട് ആമിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസാം എന്ന് പറയുന്നത് അല്ലേ. ദെൻ ഇതിന്റെ സബ് യൂണിറ്റ് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ HMM ആണ്, ഹെവി മെറോ മയോസിൻ ആണ്. ദെൻ ടെയിൽ ആണെങ്കിലോ LMM ആണ്, ലൈറ്റ് മെറോ മയോസിൻ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ചോദിക്കും. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇത് അതായത് നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ്റെ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ട് ഈ ഒരു പിക്ചർ ആയിരിക്കും നിങ്ങൾക്ക് തരും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം, സെഡ് ലൈൻ കംസ് ക്ലോസർ അല്ലെ, സെഡ് ലൈൻ അടുത്തോട്ട് വരുന്നു. അപ്പോൾ ഐ ബാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ഐ ബാൻഡ് ഷോർട്ടൻ, ഐ ബാൻഡ് ചെറുതായിട്ട് വരുന്നുണ്ട്, എച്ച് സോൺ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, എ ബാൻഡ് റിമെയിൻസ് സെയിം. അപ്പോൾ ഈ 4 പോയിന്റ് ആണ് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന ഇത് റിലാക്സ്ഡ് ആണ്, കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കുറച്ച് അടുത്തോട്ട് വരും. ഓക്കെ, അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡയഗ്രാംസ് ആണ് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഓൾറെഡി നമ്മുടെ ഓണം എക്സാമിന് പഠിച്ചിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ്, അത് നമുക്ക് ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ അല്ലേ. അപ്പോൾ ഈ 3 ഡയഗ്രാം നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനാണ് ചോദിക്കുക. ഓക്കെ, സോ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് തന്നിട്ടുള്ളത് ഫ്രോഗിൻ്റെ. അപ്പോൾ ഇതിൽ ഏതാണ് ടെസ്റ്റിസ്, ഏതാണ് യൂറിനോജെനിറ്റൽ ഡക്ട്, ക്ലോയേക്ക, അതുപോലെ തന്നെ റെക്റ്റം ഏതാണ്, അഡ്രിനൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ് ഏതാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവിഡക്ട്, ഓവറി, ഓവ, യൂറീച്ചർ, ക്ലോയേക്ക. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യണം, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നോട്ട് ചെയ്യാം. ഇനി ഡൈജസ്റ്റ് സിസ്റ്റം റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതിലെല്ലാ ഭാഗങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റ് സിസ്റ്റം നോട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രോഗിൻ്റെ, മെയിൽ ഫ്രോഗിൻ്റെയും ഫീമെയിൽ ഫ്രോഗിൻ്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൂടി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് കഴിഞ്ഞു. സോ ഇത്രയും ഡയഗ്രാംസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ലൈവും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ +1 ബയോളജിയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.